ഞങ്ങളുടെ സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കേരളത്തിൽ ഒരു എയിംസ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിന്റെ ഗുണം കാണാനുണ്ടായിരുന്നു. ചേട്ടാ മണ്ട ഇല്ലേലും അങ്ങനെ പറഞ്ഞു പരത്തണം, എന്നാലും ഇന്നത്തെ കാലത്ത് ഒരു വില ഉണ്ടാവും. മനസ്സിലായ? ഇതിൽ ഞങ്ങൾക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്, പ്രൈം മിനിസ്റ്റർ ഉറപ്പ് തന്നിട്ട്, നഡ്ഡാജി തന്നിട്ട് വരും. കേന്ദ്രമന്ത്രി ഒരു കമ്പി അടിച്ചു കഴിഞ്ഞു. അദ്ദേഹം കാലത്ത് കണ്ടപ്പോ എന്നോട് പറഞ്ഞു. കാലത്ത് എവിടെ വെച്ചുണ്ട്? പുള്ളിക്കാരൻ നമ്മുടെ മാടത്തെ ചെറിയ ചൂണ്ടിട്ടോണ്ടിരിക്കുന്നു. അപ്പോഴാണ് കണ്ടത്. അത് എവിടെ വരും, എങ്ങനെ വരും, അവർ തീരുമാനിക്കട്ടെ. എന്റെ ബുദ്ധിയും നിങ്ങളുടെ ശക്തിയും മതി. നിങ്ങളുടെ ബുദ്ധിയും എന്റെ ശക്തിയുമായാൽ ഈ 3D പടം പോലെ ഇരിക്കും, ഇങ്ങോട്ട് വരണ പോലെ ഇരിക്കും, പക്ഷെ വരില്ല. കേരളത്തിൽ ഒരു എയിംസ് വേഗം വരും, പെട്ടെന്ന് വരും. അത് എവിടെയാണ്, എങ്ങനെ, എപ്പോഴാണ്, അത് അവർ തീരുമാനിച്ച് പറയും എന്ന് പറഞ്ഞു. നാട്ടുകാരുടെ മുഖത്ത് എങ്ങനെ നോക്കും? അതിന് നീ നാട്ടുകാരുടെ മുഖത്ത് നോക്കാറില്ലല്ലോ, ഈ നാട്ടുകാരെങ്ങനെ നിന്റെ മുഖത്ത് നോക്കുന്നു? നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. തൃശ്ശൂർ സുരേഷ് ഗോപിജി എടുത്തതിന് ശേഷം ഇവിടെ പൊതുവെ ഒരു ടോക്ക് ഉണ്ട്, സുരേഷ് ഗോപിജി തൃശ്ശൂരുകാർക്ക് തലവേദനയെന്ന്. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? കേട്ടോ മക്കളെ, തൃശ്ശൂരുകാർക്ക് മാത്രമല്ല BJPക്ക് മൊത്തം തലവേദനയായി മാറിയിരിക്കുകയാണ് സുരേഷ് ഗോപിജി. നീ ഈ പറഞ്ഞത് മുഴുവൻ നടക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ട്? എന്താ സംശയം? ഈ കൈ കണ്ടോ, രാജയോഗവും ഗജകേസരി യോഗവും ഒരുമിച്ച് കിടപ്പുണ്ട്. അനുഭവിച്ചേ പറ്റൂ. പിന്നെ സുരേഷ് ഗോപിജി കേരളത്തിലേക്ക് എയിംസ് കൊണ്ടുവരണ്ടാ, ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ്. പഠിച്ചു പറഞ്ഞതാണ് കേരളത്തിന് ഒരെണ്ണം വേണം, നിശ്ചയമായിട്ടും ഉണ്ട്. ഒന്ന് മതിയോ? മതി. കാലത്തെ ആരാധ എന്നോട് പറഞ്ഞു, മുത്തുപട്ടർ ദേവേന്ദ്രന്റെ അച്ഛൻ. കേരളത്തിന് വരും, കേരളം പൂർണ്ണമായ ലിസ്റ്റ് തരട്ടെ എന്ന് മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇത് ആലപ്പുഴയിൽ കിട്ടണം. ഇത് വല്ലതും നടക്കുവോ പ്രസിഡന്റ്? എന്ത് ചോദ്യ കൊച്ചുകൃഷ്ണ ഇത്? എന്റെ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സ്വാധീനം വെച്ച് നിനക്ക് മൃഗശാലയിൽ ജിറാഫിന് തീറ്റ കൊടുക്കുന്ന പണി വരെ മേടിച്ചാൽ എനിക്ക് പറ്റും. പിന്നെയാണ് ഒരു കേരളത്തിലേക്ക് എയിംസ് വരാൻ പോവാണ്, അത് ആലപ്പുഴയിലാണ് വരാൻ പോണെന്നാണ് സുരേഷ് ഗോപിജി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇപ്പൊ രണ്ടെണ്ണം പുതുതായിട്ട് ചെയ്യാൻ പോകുന്നു. ഒന്ന് നെടുമങ്ങാട്, ഒന്ന് കാക്കനാട്. അപ്പൊ ഞങ്ങൾ തൃശ്ശൂരുകാരോ? തൃശ്ശൂർ എടുക്കാൻ തന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എയിംസ് കൊണ്ടുതരാന്ന് സുരേഷ് ഗോപിജി അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? സാറേ, ഞാൻ ജനിച്ചിട്ട് ഇന്ന് വരെ ഉമ്മാരെ കണ്ടിട്ടില്ല. നിങ്ങൾ ആരാണ്? നിങ്ങൾ ആരോടാ ചോദിക്കുന്നത്? വളരെ സൂക്ഷിച്ച് സംസാരിക്കണം. കള്ളനവൻ, പെരുങ്കള്ളൻ, എന്റെ കൈ കെട്ടിട്ടില്ല. തൃശ്ശൂർ എടുക്കാൻ വന്നപ്പോ നിങ്ങൾ എന്തുട്ടാ പറഞ്ഞോണ്ടിരുന്നത്? തൃശ്ശൂരിന്റെ മുഖച്ഛായ മാറാൻ പോകുന്നു, തൃശ്ശൂരിലേക്ക് എയിംസ് വരുന്നു, തൃശ്ശൂരിലേക്ക് മെട്രോ നീട്ടാൻ പോകുന്നു. എന്നിട്ട് ഇപ്പൊ തൃശ്ശൂരിന്ന് കേൾക്കുമ്പോ ഇഷ്ടക്കേടായല്ലേ? സോറി, അറിഞ്ഞോണ്ടല്ല, മനഃപൂർവ്വല്ലേ. അതെങ്ങനെ ഇലക്ഷന് 2 വോട്ടിന് ജയിച്ച് മന്ത്രിയായ പിന്നെ അങ്ങനെ കേരളം കണ്ടിട്ടില്ലല്ലോ. എന്താന്നറിയില്ല, കേരളത്തിലെ കാലാവസ്ഥ എനിക്ക് പിടിക്കുന്നേ ഇല്ല. ലോക്സഭാ ഇലക്ഷന് ഓരോ ലോക്സഭാ മണ്ഡലത്തിലും എയിംസ്, നിയമസഭാ ഇലക്ഷന് ഓരോ നിയമസഭാ മണ്ഡലത്തിലും എയിംസ്. പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. കുട്ടിമാമ ഇനി വെച്ച് ഇതിനേറെ പറയുന്നു, പഞ്ചായത്ത് ഇലക്ഷൻ വരുമ്പോ ഓരോ പഞ്ചായത്തിലും എയിംസ്. അതാണ് ഞങ്ങളുടെ സുരേഷ് ഗോപിജിയുടെ ഒരു സ്ട്രാറ്റജി. പ്രധാന പ്രശ്നം ഇതൊന്നുമല്ല. ആലപ്പുഴയിലെ എയിംസ് വരുന്ന കാര്യം സുരേഷ് ഗോപിജി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പക്ഷെ ഈ പ്രഖ്യാപിച്ച കാര്യം മറ്റു ടീമാർ അറിഞ്ഞിട്ടില്ലാന്നേ. BJP സംസ്ഥാന വ്യാപകമായിട്ട് എയിംസ് എവിടെ വേണമെന്ന് തീരുമാനിച്ചിട്ടില്ല. അത് പറഞ്ഞ് തർക്കിക്കാൻ ഞാനില്ല. എന്തോ തകരാറുണ്ട്. അത് എവിടെ വേണമെന്ന് തീരുമാനിക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ്. കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരുമായി ചേർന്നുകൊണ്ടാണ് സ്ഥലം കണ്ടെത്തുകയും അതിന് ബാക്കി കാര്യങ്ങൾ ചെയ്യേണ്ടത്. അത് കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിക്കേണ്ടതാണ്. കുറച്ചുള്ള എന്റെ ചെവിയിൽ ഒഴുക്കി, എന്റെ ചെവിയും ചെല്ലിയതാറി. ചെവി മാത്രമല്ലടാ, നീ മൊത്തം അറിയാ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നാട്ടപ്പണി ചെയ്യൂ. പരമായി ഓരോരുത്തരും പറയുന്ന അഭിപ്രായം BJP കേരള ഘടകത്തിന് അഭിപ്രായമായി പരിഗണിക്കേണ്ട ആവശ്യമില്ല. സുരേഷ് ഗോപിജി ഒരു നിലപാട് പറയുന്നു, അത് തള്ളി മറ്റ് BJP നേതാക്കൾ രംഗത്തെത്തുന്നു. അപ്പൊ ഈ നേതാക്കളുടെ നിലപാട് തള്ളി വീണ്ടും സുരേഷ് ഗോപിജി രംഗത്തെത്തുന്നു. അങ്ങനെ സുരേഷ് ഗോപിജി കാരണം മറ്റ് BJP നേതാക്കൾക്ക് തലവേദനയാണ് ഗൈസ്. ഞാനായിട്ട് ഇവിടെ പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട, അതിന് ഞാനുണ്ട് ഇവിടെ. ജിമാർക്കും ഇതിനെപ്പറ്റി വലിയ ധാരണയൊന്നുമില്ല അല്ലേ? എയിംസിന്റെ പേരില് അകത്ത് നല്ല അടി നടന്നുകൊണ്ടിരിക്കണല്ലേ? ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. ഇതിപ്പോ പട്ടിക്ക് മുഴുവൻ തേങ്ങ കിട്ടിയ പോലെ ആയാലും മുക്തിയാണ്. എനിക്കിത് നേരത്തെ തോന്നി സാറ് പട്ടി തേങ്ങ വെച്ചപ്പോ. കേന്ദ്ര ഗവൺമെന്റ് ഇതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് പോലും ഇല്ല, ചിന്തിച്ചിട്ട് പോലും ഇല്ല. ആരോഗ്യവകുപ്പ് ഇതിനെക്കുറിച്ച് ഒന്നും തന്നെ പറയുന്നില്ല. ഇയാളിങ്ങനെ വന്നിട്ട് ഇതുപോലെ ഓരോരുത്തരാണെന്ന് പറഞ്ഞുകൊണ്ട് പോവുക, എന്നിട്ട് കേരളത്തിലെ ഗവൺമെന്റ് എടുത്ത് കൊടുക്കാത്തതുകൊണ്ടാണ് എന്നും പറഞ്ഞിട്ട് ഉള്ള പ്രചാരവേല നടത്തുക. ഇത് വെറും തട്ടിപ്പാണ്. എല്ലാ കാലത്തും പറ്റിക്കാം, എല്ലാരെയും കുറച്ചു കാലത്തേക്കും പറ്റിക്കാം. പക്ഷേ എല്ലാരെയും എല്ലാ കാലത്തും പറ്റിക്കാൻ പറ്റില്ല. ഒരു അറാം മിടുക്കൻ ചെക്കനെ ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. ഞാനങ്ങോട്ട് ഇറങ്ങുവാ, അതാ നല്ലത്. ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്.
സ്വിച്ച് അമർത്തി. അമർത്തിയോ? അമർത്തി.